എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പ്രൊജക്ടൈൽ മോഷൻ. ഈ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? an object thrown with initial velocity and which when allowed to move under the action of gravity is called a projectile. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഒബ്ജക്റ്റിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി വെച്ച് എറിയണു വെച്ചാൽ നമ്മളിപ്പം സപ്പോസ് ഒരു ബോൾ എറിയണു, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ബോൾ എറിയുന്നു. ബോൾ എറിയുമ്പോൾ എങ്ങനെ പോകും? ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന പാത്തിലേക്ക് ഈ ഷേപ്പിലല്ലേ നമ്മളെ ബോളൊക്കെ പോവുക. നമ്മൾ എന്തെറിഞ്ഞാലും ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിയും. അത് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റും? അതിന് ശേഷം നമ്മൾ വേറെ ഒരു ഫോഴ്സും അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. അത് പിന്നെ കംപ്ലീറ്റ്ലി അണ്ടർ ഗ്രാവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പം ഫ്രീ ഫോൾ എന്നുള്ള നമ്മളൊരു കൺസെപ്റ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലീനിയർ മോഷനിൽ, അല്ലെ, മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ. അവിടെ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അല്ലേ? വെൻ ആൻ ഒബ്ജക്റ്റ് ഇസ് ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോൾ എഴുതും എന്താ? ഇനീഷ്യൽ വെലോസിറ്റി u = 0 എന്ന്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ത്രോ ചെയ്യുമ്പം അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഇത് മൂവ് ചെയ്യുമ്പം, ഇത് സ്പേസിൽ മൂവ് ചെയ്യുമ്പം അതിന് x കമ്പോണൻറ്റും ഉണ്ട്, y കമ്പോണൻറ്റും ഉണ്ട്, അല്ലേ? അപ്പോൾ അത് ലീനിയർ മോഷനിലാകുമ്പോൾ നമ്മൾ ഒറ്റൊരു ആക്സിസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ മോഷൻ ഇൻ എ പ്ലെയിൻ ആയത് കാരണം നമുക്ക് 2 ആക്സിസ്, x ആൻഡ് y ആക്സിസ് വെച്ചിട്ട് വേണം മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ റിസോൾവിങ് ഓഫ് വെക്ടേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പ്രൊജക്ടൈൽ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എന്താണ് പ്രൊജക്ടൈൽ? an object thrown with initial velocity and which when allowed to move under the action of gravity is called a projectile. അപ്പോൾ എന്താ എക്സാമ്പിൾസ് പറയുക? നമുക്കൊരു എന്താ പറയുക, ക്രിക്കറ്റ് ബോൾ എറിയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബാറ്റ് എടുത്തിട്ട് ബോൾ തട്ടുമ്പം ആ ബോൾ ഒരു പാത്തിൽ ഒരു പെർട്ടിക്കുലർ ഷേപ്പിലല്ലേ അത് പോവുക. അതൊരു എക്സാമ്പിൾ പറയാം. ഒരു എയർപ്ലെയിനിൽ ഒരു ബോംബ് റിലീസ് ചെയ്യണത് എക്സാമ്പിളായിട്ട് പറയാം. ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുന്നത് പറയാം. അതിലൊക്കെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ വേറെ ഒരു ഫോഴ്സും നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. അവിടെ ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ അത് കംപ്ലീറ്റ്ലി അണ്ടർ ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രൊജക്ടൈൽ മോഷനിൽ ആക്സിലറേഷൻ എന്നുള്ളത് എപ്പോഴും താഴത്തേക്കായിരിക്കും, അല്ലേ? പക്ഷെ ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണത്, ഇങ്ങനെ പോകുമ്പോൾ ഒബ്ജക്റ്റ് മുകളിലോട്ടാണ് മൂവ് ചെയ്യണത്, അല്ലേ? പക്ഷേ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് ഏത് പൊസിഷൻ, ഏത് പോയിന്റ്, ആ മോഷൻ്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഏത് ടൈമിൽ, ഏത് ഇൻസ്റ്റൻറ്റിൽ എടുത്തു കഴിഞ്ഞാലും ആക്സിലറേഷൻ്റെ കമ്പോണൻറ്റ്, ആക്സിലറേഷൻ വെക്ടറാണ്, അല്ലേ? ആക്സിലറേഷൻ്റെ കമ്പോണൻറ്റ് താഴോട്ടായിരിക്കും. അതേപോലെ അതിന് നമ്മളിപ്പോൾ എന്ത് പറയുമ്പോഴും എപ്പോഴും എക്സും വൈയും കമ്പോണൻ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ആദ്യത്തെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 0 ഒറിജിനിലാകുമ്പം v0 എക്സും v0 വൈ. v0 എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി v0 എടുത്തു, അതിനെ റിസോൾവ് ചെയ്തു v0 x i ആൻഡ് v0 y j. നമ്മളിങ്ങനെ വെക്ടർ എനെ റിസോൾവ് ചെയ്തിട്ടില്ലേ, xi + ayj എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യം അതേപോലെ തന്നെ. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഇനീഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്തു, പക്ഷേ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താവും? 0 ആവും. അതേപോലെ ആ സമയത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എപ്പോഴും ഉണ്ടാവും പ്രൊജക്ടൈൽ മോഷന്. നമുക്ക് ഇവിടെ y 0 ആണെങ്കിലും v എന്നുള്ളത് v0 x i എന്നുള്ള ആ കമ്പോണൻറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എപ്പോഴും ഉണ്ടാവും. പക്ഷേ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാക്സിമം ഹൈറ്റിൽ 0 ആയിരിക്കും. പക്ഷേ വേറെ ഒരു ഇൻസ്റ്റൻറ്റിലും നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ്റെ കമ്പോണൻസിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതിനെ വെക്ടേഴ്സായിട്ട് വെക്ടർ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ മെത്തേഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. അപ്പം നമ്മളതിനെ പാരാബോളിക് എന്നാണ് പറയുക. പക്ഷെ അത് പാരാബോളിക് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രൊജക്ടൈൽ മോഷൻ വരക്കാം.
നമ്മളൊരു ഒബ്ജക്റ്റിന് ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്ത് അതിനെ എറിഞ്ഞു അല്ലേ. അപ്പം ഞാനിതിനെ എറിയുന്ന ആ ഒരു കമ്പോണൻറ്റ് എന്താ പറയുക, നമ്മുടെ വെലോസിറ്റി വി ആണെന്ന് നോക്കാം. ഏത് ലെറ്റർ എടുക്കാം, നമുക്ക് വി എടുക്കാം, യു എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങോട്ടുള്ള എക്സ് ഡയറക്ഷനിലുള്ളത് എന്താണ്? v0x. v0x എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി ഇത് നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ അല്ലേ, അപ്പം എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ, വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ യു ആൻഡ് ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ എന്ത് വരും? v0y is equal to u sin തീറ്റ. ഇത് നമ്മുടെ വെലോസിറ്റീനെ റിസോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യു ഇനീഷ്യൽ വെലോസിറ്റി യു എടുത്താൽ v0x is equal to u cos തീറ്റ, v0y is equal to u sin തീറ്റ. ഇനി നമ്മൾ എക്സ് കമ്പോണൻറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. രണ്ടും ചെയ്യും, നമ്മൾ എക്സും വൈയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു v0x ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ v0xൻ്റെ വാല്യൂ എന്താണ്? v0x ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ആൻഡ് എ എക്സ് എത്രയായിരിക്കും? എക്സ് കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് when a projectile is thrown, only the acceleration acting on the object is acceleration due to gravity, and it's always in the y direction. Okay, അപ്പോൾ x is equal to v0x into t plus half ax t square. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? x is equal to u cos theta. ഞാൻ ആ v0xന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്ത്? ഈ വാല്യൂ u cos theta into t plus half ax 0 ആണ്. അപ്പോൾ ആ സെക്കൻഡ് ടേം ക്യാൻസലായി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ടി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വൈ ഡയറക്ഷനിൽ, ഇപ്പം നമ്മൾ എക്സ് ഡയറക്ഷനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്ത് വരും? വൈ ഇസ് ഈക്വൽ ടു v0y ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. ഇനി v0y എന്താണ്? v0y is equal to u sin theta plus half ay is equal to minus g. ഓക്കെ, അപ്പം u sin theta minus half g t സ്ക്വയർ. ഡെറിവേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇത് ഇക്വേഷൻ നമ്പർ 2 ഇടാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്ത് പറ്റും? ഞാൻ ആ ടിക്ക് പകരം ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. യു സൈൻ തീറ്റ ഇൻറ്റു ടി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്ത് പറ്റും? യു സൈൻ തീറ്റ ഇൻറ്റു ടി, ടിക്ക് പകരം എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ. ടി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ആ ടീനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനൊരു സ്മോൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ y ആണ്. അപ്പോൾ y ഇസ് ഈക്വൽ ടു യു ക്യാൻസലായി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ വരും. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ എക്സ് ടാൻ തീറ്റ മൈനസ് ഇവിടെ ജി ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വരും. അപ്പോൾ നമുക്ക് ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എക്സ് സ്ക്വയർ, അതായത് y is equal to x tan തീറ്റ മൈനസ് ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് എക്സ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ റിസംബിൾ ചെയ്യുന്നത് ഒരു പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷനാണ്. മാത്സിൽ നിങ്ങൾ പഠിക്കും പ്രൊജക്ടൈലിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പം പരാബോളയാണ് എന്ത്? പ്രൊജക്ടൈലിൻ്റെ പാത്ത്. അപ്പോൾ നമുക്ക് പറയാം ഇത് പരാബോളേൻ്റെ ഇക്വേഷനാണ്, പരാബോള. ഓക്കെ, സോ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. അപ്പോൾ പാരാബോളിക് പാത്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ ഈ ഡെറിവേഷൻ നോക്കുക. ഇത് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ്. നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്ടൈൽ മോഷൻ എടുത്ത് അതിനെ എക്സും വൈയും കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത് പിന്നെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള മോഷൻ കമ്പയർ ചെയ്തിട്ട് ഈ ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, ഇനി നമ്മൾ 2-3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോകണം. ഇനിയും ഈസിയാണ്, ഇമ്പോർട്ടൻറ്റും ആണ്. മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ അതാ ഇങ്ങനെ പോയിട്ടതാ ഇത് തന്നെ മാക്സിമം ഹൈറ്റ് അല്ലേ? എത്ര മാക്സിമം ഹൈറ്റ് ഈ പ്രൊജക്ടൈൽ മോഷൻ അത് ഫോളോ ചെയ്യുമ്പോൾ എത്ര ഹൈറ്റ് വരെ പോകുന്നുള്ളതാണ് എന്ത് മാക്സിമം ഹൈറ്റ്. ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ പ്രൊജക്ടൈൽ ഡ്യൂറിങ് ഇറ്റ്സ് ജേർണി ഈസ് കോൾഡ് ആസ് മാക്സിമം ഹൈറ്റ്. മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ പ്രൊജക്ടൈൽ ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് ആസ് മാക്സിമം ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തിട്ടാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. എല്ലാത്തിലും ഇക്വേഷൻ ഓഫ് മോഷനാണ്. പക്ഷേ ഇവിടെ എന്താ ഡിഫറൻസ്? എക്സും വൈയും ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻസ് വരും. അത് മാത്രമേ ഇവിടെ ലീനിയർ മോഷനെ പ്ലെയിൻ തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. അപ്പം വി വൈ സ്ക്വയർ മൈനസ് v0y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ay വൈ. ഞാൻ എന്തിനാ വൈ എന്നെടുത്ത? ഇത് വെർട്ടിക്കൽ ഹൈറ്റ് ആണ് അല്ലേ? വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് വൈ ആക്സസിലേക്ക് കൂടെ ഉള്ളതാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ വൈ ആക്സിസ് ആണ് എടുത്തത്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ഇല്ലേ? സെയിം സംഭവമാണ്. അപ്പം v0y എന്താ? v0y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. v0y ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ, ay ഇസ് ഈക്വൽ ടു മൈനസ് ജി, y ഇസ് ഈക്വൽ ടു h എന്ന് വെച്ചാൽ മാക്സിമം ഹൈറ്റ്. ഓക്കെ, അപ്പം ഈ മാക്സിമം ഹൈറ്റിലെത്തുമ്പം വി വൈ എന്ത് പറ്റും? വി വൈ 0 ആവും അല്ലേ? ഫൈനൽ ആ മാക്സിമം പോയിന്റിൽ എക്സ്ട്രീം പോയിന്റിൽ എത്തുമ്പം അതിൻ്റെ വെലോസിറ്റി 0 ആവും. അപ്പം നമുക്ക് ഇതിനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി വൈ 0, 0 സ്ക്വയർ മൈനസ് v0y സ്ക്വയർ. v0y എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2ay, 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു വൈ. വൈ എന്താണ്? എച്ച് മൈനസ് 2gh എന്ന് വരും. അപ്പം മൈനസ് സൈൻ ക്യാൻസൽ ആവും. അപ്പം നമുക്ക് കിട്ടും എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ന്യൂമറിക്കൽ വരും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് വരും. ഇനി അടുത്ത ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടിൽ ഇറ്റ് ഹിറ്റ്സ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹാവിംഗ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഇസ് കോൾഡ് ആസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ, ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ അല്ലേ? ഇവിടുന്ന് നമ്മൾ എറിഞ്ഞ് ഈ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫുൾ പാത്ത് കവർ ചെയ്ത് അതിൻ്റെ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ അതേ ഡയറക്ഷനിൽ അതേ പൊസിഷനിലുള്ള ആ ആക്സിസിൽ അതേ എന്താ പറയുക ഫൈനലായിട്ട് വന്ന് എത്തുമ്പോഴുണ്ടാവുന്ന അത്രയും ടൈം, ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടിൽ ഇറ്റ് ഹിറ്റ്സ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹാവിങ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടെയ്നിങ് ടൈം എടുക്കാൻ പോവാണ്. അപ്പോൾ y ഇസ് ഈക്വൽ ടു v0y ഇൻറ്റു ടി പ്ലസ് ഹാഫ് ay t സ്ക്വയർ. ഓക്കെ, y ഇസ് ഈക്വൽ ടു v0y ഇൻറ്റു ടി പ്ലസ് ഹാഫ് ay t സ്ക്വയർ. ഇവിടെ ടൈം എന്താണ്? ടൈം ഓഫ് ലൈറ്റ് ക്യാപിറ്റൽ ടി ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടുന്ന് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇത്രയും ദൂരം എത്തിക്കഴിയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ പോകുമ്പം അവിടെ y വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് അല്ലേ? വെർട്ടിക്കലിൽ നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് y ഇസ് ഈക്വൽ ടു 0 ആണ്. y ഇസ് ഈക്വൽ ടു 0. നമ്മുടെ v0y ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഇതൊക്കെ നമ്മുടെ ആസ് യൂഷ്വൽ ആണ്. ay ഇസ് ഈക്വൽ ടു മൈനസ് ജി. അപ്പം നമുക്ക് ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് y ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ 0 ഇസ് ഈക്വൽ ടു v0y യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ay എത്രയാ? മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. ഇവിടെ നമ്മൾ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് മൈനസ് യു സൈൻ തീറ്റ ടി ഇസ് ഈക്വൽ ടു മൈനസ് ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഒരു ടി ക്യാൻസൽ ആവും. അപ്പം നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺഫ്യൂഷൻ ഇല്ലാതെ ഇക്വേഷൻസ് പഠിക്കണം. അപ്പോൾ മാക്സിമം ഹൈറ്റ് h ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇവിടെ ടൈം ഓഫ് ലൈറ്റ്
2u sin theta divided by g. ഇനി ഒരു ടേം കൂടി പഠിക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ എന്താ? മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദ പോയിന്റ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ where the projectile hits the horizontal range is called as the horizontal range. അപ്പോൾ ഇവിടുന്ന് ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് R എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനിൽ മാത്രമാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എടുക്കുന്നത്, എക്സ് ആക്സിസിലുള്ള കമ്പോണൻസ് എടുക്കുന്നത്. ഈ രണ്ട് ആദ്യത്തെ ഡെറിവേഷൻ നമ്മൾ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് പാരാബോളിക് എന്ന് പറയുന്നതിന് നമ്മൾ രണ്ട് കമ്പോണൻറ്റും എടുത്തിട്ടുണ്ട്. മാക്സിമം ഹൈറ്റ് എന്നുള്ളത് മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് ആണ് ആസ് പെർ ദ ഡെഫിനേഷൻ. അപ്പോൾ അവിടെ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തിരിക്കുന്നത്. ടൈം ഓഫ് ലൈറ്റിലും നമ്മൾ വൈ ആക്സിസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷനാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നുള്ളത് എക്സ് ആക്സിസിലാണ് ഉള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? എക്സ് ആക്സിസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു v0x ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. ഇവിടെ എക്സ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. അതേപോലെ v0x എന്താണ്? v0x ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ. അതേപോലെ ടൈം ടി ഇസ് ഈക്വൽ ടു ടി, ടൈം ഓഫ് ലൈറ്റ്. എ എക്സ് ആക്സിലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇസ് 0. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു v0x ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ അല്ലേ? അപ്പം R is equal to v0x എന്താ? u cos theta ഇൻറ്റു ടി. എ എക്സ് 0 ആണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ അതിനെടുക്കുന്ന ടൈം എന്താണ്? u cos theta ഇൻറ്റു ടൈം ഓഫ് ലൈറ്റ് ടി ആണ് അല്ലേ? നമ്മൾ ടൈം ഓഫ് ലൈറ്റ് ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം u cos theta ഇൻറ്റു ടി. പക്ഷെ നമുക്ക് ടി എന്താണ്? ടി ഈസ് ഈക്വൽ ടു 2u sin theta ഡിവൈഡഡ് ബൈ ജി. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലേ? 2u sin theta ബൈ ജി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റും? R ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. ടിക്ക് പകരം ഞാൻ എന്താ എഴുതാൻ പോണ്? 2u sin തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇത് ഡെറിവേഷനായിട്ട് മെയിനായിട്ട് ചോദിക്കാറുണ്ട്, ലെങ്ത് ഡെറിവേഷനായിട്ട്. പക്ഷെ ഈസിയാണ്, ബാക്കിയുള്ള ഡെറിവേഷൻസ് നോക്കുമ്പോൾ ഇത് ഈസിയാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? R ഇസ് ഈക്വൽ ടു, ഈ യു ഉണ്ട്, ഇവിടെ യു ഉണ്ട്, അപ്പോൾ യു സ്ക്വയർ ഒരു 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോണത് യു സ്ക്വയർ ബൈ ജി. ഓക്കെ, u square by g into 2 sin theta cos theta. ഓക്കെ, അപ്പോൾ 2 sin theta cos theta എന്താണ്? sin 2 theta ആണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റും? u square by g into sin 2 theta. അപ്പം R is equal to u square sin 2 theta the whole divided by g. അപ്പോൾ ഇതാണ് എന്ത്? മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാക്സിമം റേഞ്ച് വെച്ചു. മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടി. എന്താണ്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പം നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചു. ഇപ്പോൾ ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് പഠിച്ചത് മാക്സിമം ഹൈറ്റ് h ഈക്വൽസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ടൈം ഓഫ് ലൈറ്റ് t ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഇവിടെ R മാക്സിമം റേഞ്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. മാക്സിമം റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംഭവം എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ വെലോസിറ്റി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഏത് ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞാലാണ് കിട്ടുക എന്നുള്ളതാണ് എന്ത്? മാക്സിമം റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ R ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇവിടെ ഒന്നുകിൽ അറ്റ് വാട്ട് ആംഗിൾ ദ മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് പോസിബിൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് പോസിബിൾ വിത്ത് an ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി എന്നുള്ള അത് പ്രൂവ് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ സൈൻ ആംഗിളിൻ്റെ സൈൻ 2 തീറ്റേൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലെ? സൈൻ തീറ്റേൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് പറ്റും? എത്രയാണ് സൈൻ ഓഫ് എൻ ആംഗിൾ 1 കിട്ടണമെങ്കിൽ എത്രയാണ്? 2 തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1. അത് എത്രയാണ്? 90 ഡിഗ്രീസ് ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 ബൈ 2 45 ഡിഗ്രി എന്ന് കിട്ടും.
ഇതെന്താണ് 45 ഡിഗ്രിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കതിൻ്റെ മാക്സിമം റേഞ്ച് കിട്ടും. അപ്പം ഈ 45 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് ആർ മാക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. എങ്ങനെ കിട്ടുന്നത്? സൈൻ 2θ1 അല്ലേ? സൈൻ 2θ1 കിട്ടിയ യു സ്ക്വയർ ബൈ ജി ആണെന്ത്? മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡെറിവേഷൻസ് എല്ലാം എഴുതി പഠിക്കുക. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് പ്രൊജക്ടൈലിൽ നിന്ന് സാധാരണ വരാറുള്ളത്. ഓക്കെ, അപ്പം ഡെറിവേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം സർക്കുലാർ മോഷൻ ആണ്. ആ ടോപ്പിക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സുകൾ ഞാൻ എല്ലാ ആഴ്ചയും 2 ക്ലാസ് വീതം ഇടുന്നുണ്ട്. റെഗുലറായിട്ട് ഇടുന്നുണ്ട്. ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചാപ്റ്റർ എല്ലാം നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ യൂണിഫോം സർക്കുലാർ മോഷനായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.